ചോദിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. വലിയൊരു വിവാദം ഇന്ന് കത്തുകയാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. അത് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന C-17 വിമാനവുമായി ബന്ധപ്പെട്ടൊരു വിവാദമാണ്. നമ്മുടെ ഇന്ത്യക്കാരെ, അതായത് അനധികൃതമായി അങ്ങോട്ടേക്ക് കുടിയേറിയ ഇന്ത്യക്കാരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ കയ്യിൽ വിലങ്ങുകൾ അണിയിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് കത്തുന്ന ഒരു വിവാദമായിരിക്കുന്നത്. ഓരോ രാജ്യത്തെ സർക്കാരും അവരവരുടെ പൗരന്മാർക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇതിൽ യാതൊരുവിധ നിലപാടും അറിയിക്കാതിരിക്കുന്നത് എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കൻ എയർലൈൻസിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ തന്നെ ഇന്ത്യയിൽ എത്താൻ വേണ്ടത് 75,000 രൂപയാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്കാരെ ഓരോ ആൾക്കാരെയും ഇങ്ങോട്ടേക്ക് അയക്കുന്നത് സൈനിക വിമാനത്തിലാണ്. ഈ സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ അതിന്റെ ചെലവെന്ന് പറയുന്നത് $4,675 ഒരാൾക്ക്. ഈ $4,675 എന്ന് പറയുമ്പോൾ അത് ഏകദേശം 4 ലക്ഷത്തോളം വരും. അതായത് കോടികളുടെ ചെലവാണ് വരുന്നത്. അപ്പൊ ഈ കോടികളുടെ ചെലവ് അവിടെ വഹിക്കേണ്ടി വരുന്നത് അമേരിക്കയുടെ നികുതിദായകരാണ് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ എന്തിനാണ് അമേരിക്ക ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 5,000 കുടിയേറ്റക്കാരെയാണ് ഇന്ത്യയിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ പ്രാഥമികമായിട്ട് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത്. അങ്ങനെ നോക്കിയാൽ തന്നെയും കോടികളുടെ ചെലവാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലോട്ടാണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ളത്. ഏറ്റവും ദൈർഘ്യമുള്ള കുടിയേറ്റക്കാരെ ലാൻഡ് ചെയ്യിക്കുന്ന പരിപാടി ഇന്ത്യയിലേക്കാണുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 10 മണിക്കൂർ സമയമെടുത്ത് ഗ്വാട്ടിമാലയിലേക്കുള്ള നാടുകടത്തൽ നടപടിയിലുള്ള കുടിയേറ്റക്കാർക്ക് ഏകദേശം $4,675 ചെലവ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ സമാനമായിട്ടുള്ള ചെലവാണ് ഇന്ത്യക്കും പ്രതീക്ഷിക്കുന്നത്. 4 ലക്ഷം രൂപ. അമേരിക്കൻ എയർലൈൻസിൽ ഒരു വർഷത്തേക്ക് മാത്രമുള്ള ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന്റെ 5 ഇരട്ടിയോളം ഇത് വരും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തിനാണ് അമേരിക്ക ഇങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യ ഇതിലൊന്നും മിണ്ടാത്തത്? നമ്മുടെ ഇന്ത്യക്കാരെ അമേരിക്ക കൊണ്ടിറക്കുന്നത് ഈ കൈവിലങ്ങ് അണിയിച്ചുകൊണ്ടാണ്, അതും സൈനിക വിമാനത്തിലാണ് കൊണ്ടിറക്കുന്നത് എന്നുള്ളത് വലിയൊരു ആഭ്യന്തര പ്രശ്നമായിട്ട് ഇപ്പോൾ പ്രതിപക്ഷവും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും സാംസ്കാരിക നായകരും ഒക്കെ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അമേരിക്കക്കാരും ഇന്ത്യയിലെ മോദിയൊന്നും അറിയാൻ പോലും പോകുന്നില്ലെങ്കിൽ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാമല്ലോ. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്? എനിക്ക് തോന്നുന്നു നമ്മുടെ ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി, ഇതിന് മറുപടി പാർലമെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്ത് തോന്നുന്നു? ഇത് നമ്മുടെ രാജ്യത്ത് ഈ അമേരിക്കയിൽ നിന്ന് ഈ അനധികൃതമായി കുടിയേറിയവരെ പുറത്താക്കുന്ന ആദ്യ സംഭവമല്ല. 2009 മുതൽ ഇത് നടക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു 2023 ബൈഡൻ ഭരണകൂടം മാത്രം 2023 മാത്രം 1,100 പേരെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടിരുന്നത്. 2009 മുതൽ തന്നെ ഈ കൈവിലങ്ങൾ അണിയിച്ച് തന്നെയാണ് അവരെ ഇങ്ങോട്ടേക്ക് വിടുന്നത്. അത് ഈ നിയമവിരുദ്ധ നമ്മുടെ രാജ്യം നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞതുപോലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാജ്യം കൂട്ടുനിൽക്കില്ല. ഈ പോയവരെല്ലാം തന്നെ നിയമവിരുദ്ധരായിട്ട് പോയതാണ് ഒരു രാജ്യത്ത്. ഇന്നലെ വന്ന് അമൃത്സറിൽ ഇറങ്ങിയ പലരും ഇന്റർവ്യൂകളിൽ പല ചാനലുകളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ പറയുന്നത് ഞങ്ങൾ അതിലെ പലരുടെയും രക്ഷകർത്താക്കൾ, പല വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കൾ പറയുന്നത് എന്റെ മകൻ ഇറ്റലിയിൽ പോയതാണ്, അവൻ എങ്ങനെ അമേരിക്കയിലെത്തി? എന്റെ മകൻ കാനഡയിൽ പോയതാണ്, അവൻ എങ്ങനെ അമേരിക്കയിൽ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇത് വളഞ്ഞ വഴിയിലൂടെ അതിർത്തി കടന്ന് അതിനകത്ത് ഒരാൾ പറയുന്നത് വളരെ കേട്ടിട്ട് തന്നെ ഭയം തോന്നുന്നു. കാരണം താൻ കിലോമീറ്ററോളം, അതോ നൂറുകണക്കിന് കിലോമീറ്റർ നടന്ന് വെയിലത്തും മഞ്ഞത്തും കൂടാണ് താൻ നടന്നു പോയത്. പോകുന്ന വഴി ശവശരീരങ്ങൾ കാണാൻ കഴിഞ്ഞു. അങ്ങനെ വളരെ റിസ്ക് എടുത്തിട്ടാണ് ഈ അമേരിക്കയിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് ഈ 5,000 പേരെ അവർ തടങ്കൽ പാളയത്ത് വെച്ചിട്ടുണ്ട്. ഈ 5,000 പേരും മെക്സിക്കോ വഴി അതിർത്തി കടക്കാൻ ശ്രമിച്ചതിനിടയിൽ പിടിയിലായവരാണ്. അമേരിക്കയിൽ എത്തിയവരല്ല, ഇന്ത്യക്കാരാണ്. ഈ 10,000 ഇന്ത്യക്കാർ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം അവരുടെ ലിസ്റ്റ് പരിശോധിച്ച് വരികയാണ്. ഈ 10,000-ന്റെ എണ്ണം കുറയാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ഈ ലിസ്റ്റ് പരിശോധിച്ച് നമ്മുടെ പൗരനല്ല എങ്കിൽ നമ്മൾ അത് അവരെ അറിയിക്കും, ഞങ്ങളുടെ പൗരനല്ല എന്ന് പറയുക ചെയ്യും. ഇവിടെ ഈ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പിടിയിലായവരാണ് ഇപ്പോൾ അവർ അവിടെ നിന്ന് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു രാജ്യത്ത് ഇപ്പൊ ബംഗ്ലാദേശിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു, അവരെ BSF ജവാന്മാർ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്? നമ്മുടെ രാജ്യം ചെയ്യുന്നത് എന്താണ്? നമ്മള് ഒരുപക്ഷെ മമതാ ബാനർജിയോ ഇല്ലെങ്കിൽ ഈ നാട്ടിലെ CPM-മാരോ ചിലപ്പോൾ അവർക്ക് വിളിച്ചിട്ട് ജോലി കൊടുക്കുകയോ വീട്ടിൽ കിടത്തോ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കാം. പക്ഷെ ഒരു രാജ്യവും അത് ചെയ്യില്ല. ഇവർ അതിർത്തി കടന്നവരെയാണ് ആദ്യ റൗണ്ടിൽ അവർ പുറത്താക്കുന്നത്. അതിർത്തി കടന്നപ്പോൾ പിടികൂടിയവർ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ 2 രീതിയുണ്ട്. ഇത് തെറ്റിദ്ധാരണജനകമായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കുടിയേറ്റക്കാർ എന്ന് പറയുമ്പോൾ അമേരിക്കയിലുള്ള എല്ലാ പൗരന്മാരും, ഏതാണ്ട് 90% റെഡ് ഇന്ത്യൻസ് ഒഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാ പൗരന്മാരും അമേരിക്കയിലുള്ളവരെല്ലാം കുടിയേറ്റക്കാരാണ്.
ഇന്ത്യ എന്ന് മാത്രമല്ല പല രാജ്യത്തു നിന്നുള്ള കുടിയേറ്റക്കാർ. ഇത് ഉം. കുടിയേറ്റക്കാരല്ല, ഇത് അനധികൃതമായി ആ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച കുടിയേറ്റക്കാർ. അതുകൊണ്ട് അത് നമ്മൾ വ്യക്തമായിട്ട് പറയണം, അനധികൃത കുടിയേറ്റക്കാർ. അതെ. ബാക്കിയുള്ളത് കുടിയേറ്റക്കാരാണ്. അതായത് നമ്മുടെ മലയാളീസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർ അനവധി ലക്ഷക്കണക്കിന് പേര് അമേരിക്കയിലുണ്ട്. അവരെല്ലാം ഉം. മുമ്പ് പോയിട്ട് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ അവിടെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുള്ള ആളുകളാണ്. ഉം. അതും ഉം. ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് പറയുന്നത് ഇങ്ങനെയാണ്, മെക്സിക്കോയുടെ അതിർത്തി കടക്കാൻ ശ്രമിച്ചപ്പോൾ പിടികൂടിയതാണ്, ഇല്ലീഗലായിട്ട് കടക്കാൻ ഉം. ശ്രമിച്ചത്. ഇവിടെ റോഹിംഗ്യകൾ ഇല്ലീഗലായിട്ട് കടക്കാൻ ശ്രമിച്ചത് നമ്മൾ അനുവദിക്കാറുണ്ടോ? എന്നിട്ട് പോലും നമ്മുടെ അതെ. രാജ്യത്ത് ഇപ്പൊ റോഹിംഗ്യകളെ പുറത്താക്കാനുള്ള നടപടികൾ നടക്കുന്നു, ബംഗ്ലാദേശികളെ പുറത്താക്കാൻ. ഇതിന് സമാനമായിട്ടാണ് ഒരു രാജ്യത്തിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞത്, നമ്മൾ ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല നമുക്ക് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ വിലങ്ങണിയിച്ചതാണ് വിവാദമായിരിക്കുന്നത്. 2009 മുതൽ ഉം. അവിടുന്ന് നാട് കടത്തുന്നവരെ വിലങ്ങണിയിച്ച് തന്നെയാണ് നാട് കടത്തുന്നത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ യെസ്. രാജ്യത്തോട് പറഞ്ഞിരിക്കുന്നത്, പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവർ ഉന്നയിച്ച ഒരു കാര്യം, ഇവിടെ വന്നിട്ട് ഉം. അവർക്ക് വേണ്ട പരിചരണം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ആ വന്ന് ഇറങ്ങിയവരെ എല്ലാം തന്നെ ഹരിയാന, ഉം. അവിടെ മാത്രമാണ് ഹരിയാന പോലീസിന്റെ വാഹനത്തിലാണ് അവരെ കൊണ്ടുപോയി. ഇതൊക്കെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഈ ഉം. ഉം. പോയവരൊന്നും ഉം. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോയവരല്ല, ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടാൻ പോയവരല്ല. അതായത് ഒരു ഉം. രാജ്യത്തെ വ്യവസ്ഥാപിത മാർഗത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് ഒരു രാജ്യത്ത് കടന്നു കയറാൻ ശ്രമിച്ചതാണ്. അവർ അതെ. ചെയ്തിരിക്കുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ്. അവർക്ക് സ്വാഭാവികമായി നാളെ നമ്മളും പുറത്താക്കും. നമ്മൾ എന്തുകൊണ്ട് ബംഗ്ലാദേശികളെ പുറത്താക്കണം എന്ന് പറയുമ്പോൾ ഉം. നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് എന്ന് പറയുന്നത് പുറത്താക്കും. ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ അജണ്ട എന്താണെന്ന് മനുഷ്യന് മനസ്സിലായില്ലേ? ഉം. ഇതിനകത്തൊരു വിവാദം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും പുറത്താക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതിനെ ഉം. തടയിടുക എന്നുള്ളതാണ്. അതായത് ഈ കുടിയേറ്റക്കാരുടെ ഒരു വിഷമതകളും കാര്യങ്ങളും ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് ഈ രാജ്യത്ത് തങ്ങിയിരിക്കുന്ന അനധികൃതരായ കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിന് എതിരെ രൂപപ്പെട്ടു വരുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇപ്പോൾ ഇത് വരുന്നത്. ഇല്ലെങ്കിൽ 2009 മുതൽ നടക്കുന്ന ഒരു പ്രക്രിയ ഇപ്പോഴെന്തിന് വിവാദമാകുന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇതിനകത്ത്. അത് തന്നെയല്ല, ഈ ബൈഡന്റെ ഭരണകാലത്ത് തന്നെയാണ് 12,500 പേര് ഈ ഇല്ലീഗലായിട്ട്, അതായത് അനധികൃതമായി കടന്നു കയറിയതിന് ട്രയൽസിലാണ് അവര്, അതിന്റെ വിചാരണകൾ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ 12,500 പേരും ഈ പറയുന്ന പിടിയിലായ 5,000 പേരും ചേർന്നുള്ള 17,000 സംതിങ്, അതായത് 18,000 പേരെന്നാണ് ഈ പറയുന്നത്. ഈ 18,000 പേരിൽ നമ്മുടെ പൗരന്മാർ എത്രയുണ്ടെന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതായി വരും. പക്ഷെ നമ്മുടെ പൗരന്മാരാണ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പക്ഷെ ബംഗ്ലാദേശ്, പാകിസ്ഥാനും ഒക്കെ വ്യാജ രീതിയിൽ അവിടെ കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ നമുക്ക്. ആ ലിസ്റ്റ് പരിശോധിക്കേണ്ടതായി വരും. ഈ വന്നവർ പലരും പറഞ്ഞത്, ഭൂരിപക്ഷം പേരും പറഞ്ഞത്, തങ്ങളെ കബളിപ്പിക്കപ്പെടുകയായിരുന്നു. ദുബായ് ആസ്ഥാനമായുള്ള ചില ഏജൻസികൾ തങ്ങളുടെ കയ്യിൽ നിന്ന് വലിയ പണം വാങ്ങിയിരുന്നു, അതായത് തങ്ങളുടെ കുടുംബവും കെട്ടുതാലിയും വിറ്റിട്ടാണ് തങ്ങൾ പോയത് എന്ന് പറയുന്നു. നമ്മൾ ഇതിന് സമാനമായ സംഭവം 1 മാസം മുമ്പ് ചർച്ച ചെയ്തൊരു സംഭവമുണ്ട്. റഷ്യയിലേക്ക് മലയാളികൾ അടക്കമുള്ള റഷ്യൻ സേനയിൽ ചേരാൻ പോയിരുന്നു. സേനയിൽ ചേരാൻ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ അറിയുന്നത്. കാരണം ഇത് ഔദ്യോഗികമായിട്ടുള്ള പോക്കല്ല, പ്രോപ്പർ ചാനൽ വഴിയല്ല ഈ പോകുന്നത്. കാരണം സർക്കാരിനും അറിയില്ല ഇവരെങ്ങോട്ടാണ്. കാരണം ഇവർ ആദ്യം പോകുന്നത് വേറൊരു രാജ്യത്തേക്കാണ് പോകുന്നത്. ഏതെങ്കിലും ഒരു വിസയും മറ്റും എടുത്തുകൊണ്ട് ആ രാജ്യത്തേക്ക് പോവുകയും അവിടെ നിന്ന് കാൽനടയായിട്ടോ മറ്റോ ഉള്ള രീതിയിലോ അവര് അതിർത്തി കടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റഷ്യ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ആരെയും സൈന്യത്തിൽ എടുത്തിട്ടില്ല, ഞങ്ങൾ ആരെയും റിക്രൂട്ട് ചെയ്തിട്ടില്ല, ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ സൈന്യത്തിൽ ഞങ്ങൾ അങ്ങനെ ആരെയും എടുക്കുന്ന പതിവില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഗൾഫിലൊക്കെ പണ്ട് ഉരുവിൽ ആൾക്കാരെ കടത്തുമായിരുന്നു. അതായത് പായ്ക്കപ്പൽ പോകുമ്പോൾ അതിൽ കടത്തുകയും ഈ കടലിൽ അവരെ ഇറക്കി വിടുകയും ചെയ്യും. അവർ നീന്തി ഈ ഗൾഫ് നാടുകളിൽ എത്തിയ കഥകൾ നമ്മൾ പണ്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ യൂറോപ്പിലേക്ക് ഒരു കുടിയേറ്റമാണ് നടക്കുന്നത്. ഇതിൽ പലരും വിദ്യാർത്ഥികളാണെന്നുള്ളതാണ് നമ്മളെ കുറച്ചുകൂടെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഇറ്റലിയിലും മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോവുക, അവിടെ നിന്ന് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞ് അമേരിക്കയിലേക്ക് കടക്കുക ചെയ്യും. ഇന്നലെ ഒരു വ്യക്തി പറയുന്നത് കേട്ടു, അവര് ജീവിക്കാൻ വേണ്ടിയല്ലേ കഷ്ടപ്പെട്ടു പോകുന്നു. ജീവിക്കാനാണെങ്കിൽ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്, ഇന്ത്യയിൽ 140 കോടി ജനമുണ്ട്. ഈ പോയ 11,000 പേർ മാത്രമല്ല ബുദ്ധിമാന്മാര്, ഈ 140 കോടി പേരും ബുദ്ധിമാന്മാരാ. അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന പകുതി കൂടുതൽ ജനം എന്നേ അമേരിക്ക കടന്നു പോയേനെ. അപ്പൊ അങ്ങനെയല്ല, ഓരോ രാജ്യത്തിനും നിയമമുണ്ട്. അപ്പൊ ഈ പോയത് എന്തായാലും അതിനെ ന്യായീകരിക്കാനായിട്ട് നമ്മൾ നിൽക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഈ പോയത് അനധികൃത കുടിയേറ്റക്കാരാണ്. പക്ഷെ നമ്മളുടെ രാജ്യം ഇപ്പോൾ സ്വാഭാവികമായും സമ്മർദ്ദം ചെലുത്തിയാൽ, ഇപ്പോൾ തനുഷ് സൂചിപ്പിച്ച പോലെ കൊളംബോ ഒക്കെ സമ്മർദ്ദം ചെലുത്തിയ പോലെ നമ്മുടെ രാജ്യം സമ്മർദ്ദം ചെലുത്തിയാൽ അനുഭവിക്കാമെന്ന ഒരു ഗുരുതര പ്രത്യാഘാതമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പൗരന്മാരുണ്ട്, അതായത് അവിടെ പൗരത്വം നേടിയിട്ടുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള പൗരന്മാരുണ്ട്, അവരെ കൂടി ഇത് ബാധിക്കും. അതായത് നമ്മളിപ്പോൾ ഈ അനധികൃത കുടിയേറ്റക്കാരെ തടയുന്നതിനെതിരെ നമ്മൾ അതിനെ
തടയാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അതിന് കൊളംബിയ ഒക്കെ പറയുന്ന പോലെ പറയാൻ ശ്രമിച്ചുള്ള കുഴപ്പം അത് ബാക്കിയുള്ള നമ്മുടെ ഇന്ത്യക്കാരെ കൂടെ അത് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അല്ല കാരണം അവർ അതങ്ങനെ നിയമപരമായി ചെന്നവരാണ്. പറയാനായിട്ട് അതങ്ങനെ പറയാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. കാരണം അനധികൃതമായി ഒരാള് കയറി ചെല്ലുകയാണ്. കയറി ചെന്നിട്ട് അയാളെ അനധികൃതമായിട്ട് കയറിയതാണെന്ന് പറഞ്ഞ ഒരു രാജ്യം യഥാർത്ഥത്തിൽ എൻ്റെ ബിജുചേട്ടാ അവർക്ക് കൊടുക്കുന്ന അവരെ പിടിച്ച് ജയിലിടേണ്ടതാണ്. അങ്ങനെ ചെയ്തില്ല അമേരിക്ക. അവരെ അല്ല, പിടിച്ച് ജയിലിലുണ്ട്, ജയിലിട്ട് ജയിലുണ്ട്, കഴിഞ്ഞാലും 5000 പേര് ജയിലിലുണ്ട്. നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളൊക്കെ ഏത് തലത്തിൽ പോകും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇന്ത്യ അമേരിക്കയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അവരെ പിടിച്ച് ജയിലിലിടേണ്ടതാണ്. അത് കാണിക്കാതെ അവരെ ഇങ്ങോട്ടേക്ക് നാട് കടത്തുകയാണ് ട്രംപ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ബംഗ്ലാദേശികളായി ഇവിടോട്ട് കയറി വന്ന ആൾക്കാരെയും നമ്മൾ പിടിച്ച് ജയിലിലിടേണ്ടതാണ്. ഈ ഒവൈസിയുടെ ഒരു പ്രസംഗം ഞാൻ കേൾക്കുകയായിരുന്നു. ഒവൈസിയുടെ ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ ഈ പാലസ്തീൻ റെഫ്യൂജീസ് ഉണ്ട്. ആ പാലസ്തീൻ റെഫ്യൂജീസിനെ നമ്മൾ സ്വീകരിക്കണം എന്നാണ് ഒവൈസി പറയുന്നത്. എന്നാൽ അവിടെ നിന്നും വരുന്ന ഇന്ത്യക്കാരെ നമ്മൾ സ്വീകരിക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അവിടെ നിന്ന് കുടിയേറുന്ന അപ്പുറത്ത് കുടിയേറി വന്നിട്ട് കുടിയേറിയ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരെ അവരെ തിരിച്ചയക്കുന്നവരെ നമ്മൾ സ്വീകരിക്കാനും പാടില്ല, നമ്മൾ അവരെ മാറ്റി വിടണം എന്നൊക്കെയാണ് ഒവൈസി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പാർലമെന്റിലൊക്കെ നടത്തുന്ന സ്പീച്ചൊക്കെയാണ് ഇതൊക്കെ. അപ്പോ ഈ യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ് എന്നുള്ള രീതിയിലാണ് വിവരമുള്ള ആൾക്കാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതികരണം വളരെ പക്വതയാർന്നിട്ടുള്ള പ്രതികരണമായിരുന്നു എന്നുള്ളതാണ് പല ആൾക്കാരും പറയുന്നത്. ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ വളരെ നേരത്തെ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏത് രാജ്യത്ത് അനധികൃത കുടിയേറ്റം ഉണ്ടായാലും ആ രാജ്യത്തിന് അവകാശമുണ്ട് അവരെ പുറത്താക്കാൻ. അനധികൃത കുടിയേറ്റക്കാരെ ഒന്നും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അവിടെ വന്നിട്ട് കാണിച്ചു കൂടുന്ന കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ പല രാജ്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. അപ്പം ബ്രിട്ടൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, പല രാജ്യങ്ങളും അനുഭവിച്ചു. അത് ഇല്ലീഗലാണ്, ഞാൻ പറഞ്ഞില്ല, നിയമപരമായി തന്നെ വ്യവസ്ഥാപിതമായി തന്നെ യൂറോപ്യൻ കൺട്രീസിൽ പോകാൻ അനവധി വഴികൾ ഈ രാജ്യത്തുണ്ട്. ഈ രാജ്യത്തുനിന്ന് ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യത്ത് പോയിരിക്കുന്നവരാരും വിഡ്ഢികളല്ല, മണ്ടന്മാരല്ല. അവരെല്ലാം ക്വാളിഫൈഡ് ആണ്, അവർക്ക് കഴിവുണ്ടില്ലെങ്കിൽ അവർ വ്യവസ്ഥാപിതമായ മാർഗത്തിൽ എത്തിയവരാണ്. അവിടെയാണ് അതിർത്തിയിൽ നൂണ്ടു കയറിയും വെയിൽ കൊണ്ടും നടന്നു കയറിയും മഞ്ഞിനടെ കൂടെ ഊളിയിട്ടും ഒക്കെ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായി അവർ പിടികൂടും, തിരിച്ചയക്കും എന്നുള്ള ഒരു യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരെ വിലങ്ങണിയിച്ചു എന്നുള്ളതാണ്. ആ വിലങ്ങ് 2009 മുതലേ ഇവിടെ അണിയിച്ചാണ് കൊണ്ടുവരുന്നത്. പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങണിയിച്ചിട്ടില്ല. അത് ഇന്റർനാഷണൽ നിയമം അനുസരിച്ച് തെറ്റാണ്, അതുകൊണ്ട് അവരെ വിലങ്ങണിയിച്ചിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, അവർക്ക് ഇവിടെ പോലീസ് വാഹനം നൽകി അവരോട് മാന്യത കാണിച്ചില്ലെന്നാ പറയുന്നത്. സാധാരണഗതിയിൽ ഇതിനു മുമ്പും നമ്മൾ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. മാന്യമായി അവിടെ തൊഴിലെടുക്കുന്നവർ നമ്മുടെ ഈ സിറിയയിലും മറ്റും കുടുങ്ങിയപ്പോഴും ഇല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയപ്പോഴും നമ്മൾ അവരെ എത്തിക്കാൻ വേണ്ടി നമ്മൾ പോലീസിന്റെ വാഹനം ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ പിള്ളേരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ എയർപോർട്ടിൽ പോലീസ് വാഹനമല്ലേ ഉപയോഗിച്ചിരുന്നത്. പോലീസ് വാഹനം എന്ന് പറഞ്ഞൊരു മോശം വാഹനമല്ലല്ലോ. അപ്പോൾ പ്രതികളെ കൊണ്ടുപോകുന്നൊരു വാഹനമല്ലല്ലോ പോലീസ് വാഹനം എന്ന് പറയുന്നത്. ഇതുപോലുള്ള നിർണായക ഘട്ടങ്ങളിൽ സഹായവും എത്തുന്നത് പോലീസ് സേന തന്നെയാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്നത് ഇതൊക്കെയാണ്. അതായത് തൊടുന്യായം പറയുക, പകരം ഇവരുടെ ഒരു വലിയ അജണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഇപ്പോൾ റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും പുറത്താക്കാൻ ഒരു നടപടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെമ്പാടും ഉള്ള തടങ്കൽ പാളയങ്ങൾ അവരെ നിറച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന് തടയിടുക, അതിന്റെ ഒരു ട്രയൽ റണ്ണാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരുന്നത്. അതായത് അതിനൊരു സമരം വരും ഇവിടെ. ആ സമരത്തിന് മുൻപ് ഇവിടെ ഒരു കളമൊരുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് അവര് ഈ പറയുന്ന ഈ ഡിപ്പോർട്ട് ചെയ്തവരുടെ വിഷയം ഇപ്പോൾ ഉന്നയിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അതാണ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, അത് ഈ സ്വാഭാവികമായും ഇന്ന് ജയശങ്കർ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യം സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓരോ രാജ്യത്തിനും നിയമമുണ്ടല്ലോ, ആ നിയമം അനുസരിച്ച് വേണ്ട നമ്മൾ ജീവിക്കാൻ. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രതിപക്ഷത്തിൻ്റെതെന്ന് പറഞ്ഞ വെറും രാഷ്ട്രീയ സ്റ്റണ്ടാണ്, ഒരു നാടകമെന്നേ പറയാൻ കഴിയുള്ളൂ. അല്ല, ഈ ആൾക്കാരെ ഇങ്ങോട്ട് തിരിച്ചയക്കുമ്പോൾ ഇവിടെ ഉന്നയിക്കുന്ന വേറൊരു പ്രശ്നം കൂടെയുണ്ട്. അതായത് ഇവിടെ ഉന്നയിക്കുന്നത്, ഇന്ന് ഞാനൊരു പ്രശസ്തമായിട്ടുള്ളൊരു അഡ്വക്കേറ്റിന്റെ പോസ്റ്റ് വായിക്കുകയായിരുന്നു. അഡ്വക്കേറ്റ് ഹരീഷ് ശ്രീദേവി വാസുദേവൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സ്വല്പം ഫേമസാ. പുള്ളി പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഗംഗയിൽ മുങ്ങിക്കുളിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പുള്ളിയുടെ പോസ്റ്റ് പുള്ളി എഴുതിയിരിക്കുകയാണ്, കൊളംബിയ പോലും ഇത്ര ഗംഭീരമായിട്ട് തങ്ങളുടെ പൗരന്മാരുടെ ഇത് സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഗംഗയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു എന്ന് പുള്ളി ഇങ്ങനെ പറഞ്ഞൊരു പോസ്റ്റ്. അത് എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കിയിട്ടുമുണ്ട്. മോദി ഒരു അക്ഷരം ഉരിയാടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. നേരത്തെ നരേന്ദ്രമോദിയും ട്രംപും വളരെ നല്ല അടുപ്പത്തിലാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്. എല്ലാവരും കൊടുത്തിരിക്കുന്ന ടൈറ്റില് മൈ ഫ്രണ്ട് ചതിച്ചു എന്നുള്ള ടൈറ്റിലാണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത് ഈ സാധനം.
ഞാൻ പറയട്ടെ, നമ്മുടെ ഈ രാജ്യത്ത് ഈ മാധ്യമപ്രവർത്തകർക്കെല്ലാം ഒരു രാജ്യത്തിന്റെ ഉം. പ്രോട്ടോകോളും നിയമവും ഒക്കെ അറിയാം. ഇത് തന്നെ ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങില് പറഞ്ഞൊരു കാര്യം, അതെ. നരേന്ദ്രമോദിയെ വിളിച്ചില്ല, പുള്ളി പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു. ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് പങ്കെടുക്കുന്നത് വിദേശകാര്യമന്ത്രിയാണ്. ഉം. ഇങ്ങനെയുള്ള വിദേശകാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയമാണ്. അതൊരു ഉം. മന്ത്രാലയമാണ്, അതിലൊരു മന്ത്രിയുണ്ട്. ആ മന്ത്രിയെ ഇരുത്തിയിരിക്കുന്നത് വെറുതെ അല്ല. ഇവിടെ ഇപ്പം മുഖ്യമന്ത്രി എല്ലാത്തിനും കയറി മറുപടി പറയണമെന്ന് പറയുന്നത് പോലെ അല്ല. ഒരു രാജ്യത്തിന് ഒരു ഓരോ വകുപ്പിനും ഓരോ മന്ത്രിമാരുണ്ട്, അവരാണത് പറയുന്നത്. അപ്പൊ വിദേശകാര്യ മന്ത്രി തന്നെയാണ് നമ്മളുടെ എത്രയോ ഡിസിഷൻസ് പറഞ്ഞിരിക്കുന്നത്. ശ്രീലങ്കൻ വിഷയങ്ങള്, ഉക്രൈന്റെ വിഷയങ്ങള്, അതുപോലെ തന്നെ ഉം. അമേരിക്കയിൽ പോയിട്ടുള്ള അവിടെ നടന്ന ഈ അടുത്ത് ലാസ്റ്റ് നടന്നിട്ടുള്ള ഡയലോഗ്സുകൾ, ഇതെല്ലാം ഉം. നമ്മുടെ വിദേശകാര്യ മന്ത്രി തന്നെയാണ് പോകുന്നത്. നമ്മുടെ വിദേശകാര്യ മന്ത്രി തന്നെയാണ് ചൈനയുമായിട്ടുള്ള ഡയലോഗ്സുകൾ, ഇതെല്ലാം നമ്മുടെ വിദേശകാര്യ മന്ത്രി തന്നെ പോയി ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തിന്റെ പ്രോട്ടോക്കോളാണ് വിദേശകാര്യ മന്ത്രി പോകുന്നത്. പിന്നെ അദ്ദേഹം അല്ലാതെ ആരാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്? സാംസ്കാരിക മന്ത്രി പറഞ്ഞാൽ മതിയാവൂ? പ്രധാനമന്ത്രി എല്ലാത്തിനും മറുപടി പറയണം കാര്യമില്ലല്ലോ. കാരണം ഉം. അത്രയ്ക്ക് ഉള്ള ഒരു വിഷയമല്ലിത്. അനധികൃതമായി കടന്നുപോയവരെ ഇതിപ്പോ കോൺഗ്രസ് ഏറ്റുപിടിക്കുന്ന ഒരു കാരണം വെച്ചാൽ പഞ്ചാബിൽ ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ പേര് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി വരാനുള്ളവരും ഒരുപക്ഷെ പഞ്ചാബികളായിരിക്കും കൂടുതൽ എന്നുള്ള ചില വാർത്തകളും വരുന്നു. സോറി. പഞ്ചാബ് എന്ന് പറഞ്ഞ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ അവശേഷിക്കുന്ന ഒരു തുരുത്താണ്. അവിടെ ഉം. പ്രതിപക്ഷ പാർട്ടിയാണ്, വളരെ കാലം ഭരിച്ചിരുന്ന പാർട്ടിയാണ് പഞ്ചാബിൽ. അപ്പൊ പഞ്ചാബിൽ ഏത് വിധേയനും അധികാരത്തിൽ വരിക. അപ്പൊ പഞ്ചാബികളുടെ മനസ്സിലേക്ക് ഇടം നേടാൻ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് നോക്കുക. അവിടേക്കാണ് ഇത് തുറന്നിട്ട് കൊടുക്കുന്നത്. ഇടതുപക്ഷം മറ്റുള്ളവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഒരു വലിയ മൂവ്മെന്റ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അതായത് ഈ ബംഗ്ലാദേശികളെ മറ്റും പുറത്താക്കുമ്പോൾ മനുഷ്യാവകാശ സംഘടനകളുടെ മറവിലും മറ്റു മറവിലും ഈ ആളുകളൊക്കെ തന്നെ തെളിഞ്ഞും ഒളിഞ്ഞും വരും. അയ്യോ, അവരെ നമ്മൾ ഇവിടെ ഉം. പാർപ്പിക്കേണ്ടതാണ്, മാനുഷിക പരിഗണന നൽകേണ്ടതാണ്. ഇതേ ഉം. രീതിയിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്. അതായത് ഞാൻ പറഞ്ഞു, ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ്. ഇങ്ങനെ ഒരു ഉം. അജണ്ട വെച്ച് കഴിഞ്ഞിട്ട് ഇത് എല്ലായിടത്തും ഇത് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇതൊരു വൈറലാക്കി മാറ്റിയാൽ, അല്ലെങ്കിൽ ഈ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ ഒരു വൈറലാക്കി മാറ്റിയാൽ അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ, അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. കാരണം ഇത് കോൺഗ്രസ് 2009 നരേന്ദ്രമോദി അല്ലായിരുന്നു, BJP അല്ല ഭരിക്കുന്നത്. അന്നു മുതൽ ഇത് നടക്കുന്നുണ്ട് എല്ലാ വർഷവും. ഇനി ഇതൊക്കെ പോട്ടെ, ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഇതേപോലെ തന്നെ അവര് വിലങ്ങ് വെക്കുന്നില്ല, കെട്ടുന്നില്ല എങ്കിൽ പോലും അവരവിടുന്ന് പിടിച്ച് പുറത്താക്കുന്നില്ലേ? ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു ധനുഷാണ് പറയാൻ തോന്നുന്നു, 27 വർഷമായിട്ട് അവിടെ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ഒരു രാജ്യത്തുള്ള ഒരു വ്യക്തി, അതെ, അതെ, ഇന്ത്യക്കാരനല്ല അതെ, എന്നാണ് അതെ. എനിക്ക് തോന്നുന്നത്. അവര് വമ്പൻ ഓപ്പറേഷൻ അയാളുടെ നടത്തിക്കൊണ്ടിരിക്കുക. അവര് ഒരു ദിവസത്തിൽ 10,000 പേരെയൊക്കെ അറസ്റ്റ് ചെയ്ത് എംബസിക്ക് കൊടുക്കുക, നാട് കടത്തുക, 20,000 പേരെ കൊണ്ട് ഡിറ്റൻഷൻ സെന്ററിൽ പാർപ്പിക്കുക, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും സൗദി അറേബ്യ ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ ഇല്ലീഗലായിട്ട് പോകുന്ന എന്തുകൊണ്ട് അവിടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരില്ലേ ഗൾഫ് രാജ്യങ്ങളിൽ, അവരെ ആരെയും പുറത്താക്കുന്നില്ലല്ലോ. വളരെ ഉം. കുറച്ചു ഉം. പേരെ മാത്രമല്ലേ പുറത്താക്കുന്നുള്ളൂ. എന്തുകൊണ്ട് പുറത്താക്കുന്നു? അവർക്ക് വ്യവസ്ഥാപിതമല്ല. ഇന്ത്യയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇന്ത്യയിൽ ബംഗ്ലാദേശികളുണ്ട്. എല്ലാ ബംഗ്ലാദേശികളും അനധികൃത കുടിയേറ്റക്കാരല്ല. അത് ഉം. ലീഗലായിട്ട് വരുന്നവരുണ്ട്. അതായത് ഇവിടെ തൊഴിലെടുക്കാനായിട്ട് വരുന്നവരുണ്ട്. അതായത് നമ്മുടെ വലിയ വലിയ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലും മറ്റുമൊക്കെ നമ്മുടെ ഈ കോൺട്രാക്ടേഴ്സും മറ്റും ബിൽഡേഴ്സും മറ്റുമൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവർ ലീഗലായിട്ടാണ് ഇവിടെ ഉം. വരുന്നത്. ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ലീഗലാണ്, മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വരുന്നവർ ലീഗലാണ്, ഇവിടെ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുന്ന ലീഗലാണ്, ഇതെല്ലാം ലീഗലാണ്. ഇവരൊക്കെ ഇവിടെ അവരുടെ പണി കഴിയുമ്പോൾ അവർ പോകുന്ന രീതിയാണ്. നമ്മുടെ രാജ്യത്ത് കൂടുതൽ സമയം താമസിച്ച പൗരത്വം കൊടുക്കുന്ന പരിപാടിയൊന്നും ഇപ്പോഴില്ല. ഇപ്പോഴെന്നില്ല, നേരത്തെയും ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമം കൂടെ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് വരുന്ന ചില 5ഓളം മതങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പിന്നെ യെസ്. കൊളംബിയ ഈ പറയുന്നതിന് കാര്യമുണ്ട്. കാരണം കൊളംബിയയിൽ ഈ 10,000 പേരെ അല്ല ഡീപ്പോർട്ട് ചെയ്യുന്നതും കൂടെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഉം. 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 കൊളംബിയയിലേക്കൊക്കെ പോകുന്ന 10,000 കണക്കിന് പേരാ ധനുഷ്. ഉം. കൊളംബിയക്ക് അത് താങ്ങാൻ പറ്റില്ല. പിന്നെ കൊളംബിയയിൽ ഉം. നിന്ന് പോയത് ട്രംപ് പറഞ്ഞത് എന്താണെന്നറിയാവോ? കൊളംബിയയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഒക്കെ ഉള്ളവര് കടന്നു കയറി മയക്കുമരുന്ന് കച്ചവടമാണെന്നാണ് പറഞ്ഞത്. ആ വലിയ മാഫിയകളാണ് ഇവിടെ കയറിയിരിക്കുന്നതാണ് പറഞ്ഞത്. അത്തരം മാഫിയകളും കാര്യങ്ങളും അങ്ങോട്ട് തള്ളുന്നത് കൊണ്ടാണ് അവർക്ക് ഈ കൊളംബിയ പറഞ്ഞിട്ട് ഉം. പിന്നെന്ത് സംഭവിച്ചു എന്ന് കൂടെ മാധ്യമങ്ങൾ പറയണം. അതെ, കൊളംബിയ അതെ. ഇത് ആദരവണ്ടി പറഞ്ഞു, മെക്സിക്കോ പറഞ്ഞു നിങ്ങളുടെ വിമാനം ഇവിടെ ഇറക്കില്ല എന്ന് പറഞ്ഞു. അമേരിക്കൻ വിമാനം തിരിച്ചുപോയി അടുത്ത നിമിഷത്തിൽ ട്രംപ് ചെയ്തത് നികുതി കൂട്ടി കൈ കൊടുത്തു. അപ്പൊ മെക്സിക്കോ പറഞ്ഞത് ഞങ്ങൾ അങ്ങനത്തെ ആ സന്ധി പറഞ്ഞതല്ല, ഞങ്ങളുടെ ഇവിടെ ചില സാങ്കേതികപരമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ലാൻഡിങ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. മാറ്റിയില്ലേ അവര്? ഉം. ഉം. അതെ, കൊളംബിയ അതെ. മാറ്റിയില്ലേ? എല്ലാവരും മാറ്റിയില്ലേ? ഇന്ത്യ അന്നും ഇന്നും ഒരേ നിലപാടാണ്. നമ്മൾ നിലപാട് മാറ്റിയിട്ടില്ല, ആരുടെയും കാല് പിടിക്കാൻ പോയിട്ടില്ല, ഒന്നുമില്ല. നമ്മൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു, നമ്മളുടെ പൗരന്മാർ ഏതെങ്കിലും രാജ്യത്ത് ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ നമ്മൾ അവരെ നമ്മുടെ പൗരന്മാരാണ് നമ്മൾ സ്വീകരിക്കും. ഓക്കെ. അവർ പുറത്താക്കിയാൽ. ഇനി ഒരു ഉദാഹരണം കൂടെ പറയാം. നമ്മുടെ ഈ ഉം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ട്, ഈ ശ്രീലങ്കൻ നേവി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ പിടിച്ചോണ്ട് പോകാറുണ്ട്. പാകിസ്ഥാനിൽ ഉം. പിടിച്ചോണ്ട് പോകാറുണ്ട്. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെ നമ്മളും പിടിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? മത്സ്യത്തൊഴിലാളികളാണ്. അപ്പൊ അവരുടെ കയ്യിൽ കപ്പലൊന്നുമില്ല, ആധുനിക രീതിയിലുള്ള കപ്പലിലല്ല അവർ മത്സ്യബന്ധനത്തിന് പോകുന്നത്. അവർ ഉം. പോകുന്ന ഉം. ഫിഷിംഗ് ബോട്ട് ഈ ലങ്കൻ സമുദ്രാതിർത്തി എന്നാണ് പറയുന്നത്.
അതായത് ഒരു സമുദ്ര അതിർത്തി, ആ അതിർത്തി കടക്കുമ്പോഴാണ് അവര് നമ്മളെ പിടികൂടുന്നത്. ആ പിടികൂടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം ഇടപെട്ട് സംസാരിക്കാറുണ്ട്, അവരെ കൊണ്ടുവരാറുണ്ട്. അവർ കടന്നുകയറ്റക്കാരല്ല. അവരവരുടെ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ആ ഒരു ലൈൻ ഓഫ് കൺട്രോൾ, അല്ലെങ്കിൽ ആ ഒരു ലൈൻ, ബോർഡർ ലൈൻ അവർ കവർ ചെയ്ത് പോകുന്നു ഉള്ളത് കൊണ്ട് മാത്രമാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ഇങ്ങനെയുള്ളവരെ നമ്മൾ പിടികൂടാറുണ്ട്, നമ്മളെ അവരും പിടികൂടാറുണ്ട്. ബംഗ്ലാദേശി മത്സ്യത്തൊഴിലാളികളെ നമ്മൾ പിടികൂടാറുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന അത് നമുക്ക് മനസ്സിലാകും. കാരണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികള് അവരുടെ ബോട്ടിൽ പോകുമ്പോൾ വരുന്നത് ഇത് അങ്ങനെയല്ല. ദിവസങ്ങളോളം കാട്ടിലൂടെയും മരുഭൂമിയിലൂടെ നടന്ന് ഒരു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ പോയതാണെന്ന് അവർ തന്നെ ഇന്നലെ പ്രധാനപ്പെട്ട ചാനലുകളിലെല്ലാം ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നത്, ഞാൻ ഇങ്ങനെയാണ് പോയത്, വലീരയിൽ ഒരുപാട് ഡെഡ് ബോഡീസ് കണ്ടു, ഭയന്നു പോയി, ജീവൻ പണയം വെച്ചാണ് ഞങ്ങൾ അമേരിക്കയിലേക്ക് എത്താൻ പോയത്. ജീവൻ പണയം വെച്ച് ആരെങ്കിലും ജോലിക്ക് പോകാറുണ്ട് ഏതെങ്കിലും രാജ്യത്ത്? ഇപ്പൊ ഗൾഫിലേക്ക് പോകുന്നവരുണ്ട്, അമേരിക്കയിലേക്ക് പോകുന്നവരുണ്ട്, UK പോകുന്നവരുണ്ട്. ആരും ജീവൻ പണയം വെച്ചല്ല പോകുന്നത്, ജീവിതം കരിപ്പിടിപ്പിക്കാനാണ് പോകുന്നത്, സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. കാരണം നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട്, വിസയുണ്ട്, നമ്മുടെ അതിനുള്ള കാര്യങ്ങൾ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റിനുള്ള കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയിലും കേരളത്തിലെ പകുതി കൂടുതൽ പേര് ഈ അമേരിക്ക പോകില്ലായിരുന്നു. ഈ 18,000 പേര് മാത്രമല്ലല്ലോ 140 കോടി പേരിലെ ബുദ്ധിമാന്മാര്, ബാക്കിയുള്ളവരും ബുദ്ധിമാന്മാരല്ലേ? അങ്ങനെയാണെങ്കിൽ വീട് പണയം വെച്ചോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തിട്ടോ ഇവിടുത്തെ എത്രയോ പേര് അമേരിക്കയിലേക്ക് പോയവുമായിരുന്നു. അപ്പം അങ്ങനെയല്ല, ഇല്ലീഗലായിട്ട് നൂണ്ട് കയറാൻ ശ്രമിച്ചു, അവർ കൈയോടെ പിടിച്ചു, അവരവരുടെ നിയമപരമായ നടപടികൾ ഇവിടെ വെച്ചു. ഇനി പിന്നെ നമുക്ക് അവസാനം നിർത്തുന്നതിന് മുമ്പ് ധനുഷ് പറഞ്ഞൊരു കാര്യം കൂടി, അത് വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റ് ആണ്. 75,000 രൂപ മാത്രം ചെലവ് വരുന്നിടത്ത്, വിമാന ചെലവ് വരുന്നിടത്ത് 4 ലക്ഷം രൂപ മുടക്കിയിട്ട് എന്തിന് ട്രംപ് ഇത് ചെയ്തു? അത് എനിക്ക് തോന്നുന്നത് ട്രംപ് 1-2 തവണ കൂടി മാത്രമേ ഈ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ. കാരണം ലോകത്തിന്റെ ഒരു ടോപ്പ് ലീഡർ എന്ന് പറയുന്നത്, അമേരിക്കൻ പോലീസ് എന്ന് പറയുന്നത് അമേരിക്കയാണ്. അപ്പൊ ആ അമേരിക്കയുടെ പവർ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അല്ലാതെ, അല്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ് അവർക്ക്. കാരണം ഇന്ത്യയുടെ 5,000 പേരെ കൊണ്ടുവരുമ്പോൾ തന്നെ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് അവർ നീങ്ങും. അതവർ ചെയ്യില്ല. ആദ്യ ഘട്ടമെന്ന നിലയിലേക്ക് അവര് സൈനിക വിമാനം ഉപയോഗിക്കുന്നത്, ഞങ്ങൾ ഒരു സൂപ്പർ പവറാണ്, ഞങ്ങളുടെ സൈനിക വിമാനത്തിലാണ് ഇവരെ എല്ലാം എത്തിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ചെയ്ത് കളയും, അല്ലെങ്കിൽ ഞങ്ങളുടെ സൈനിക വിമാനം എവിടെ എത്തിക്കാൻ കഴിയും എന്നുള്ള. നമുക്കറിയാം, ഈ അമേരിക്കൻ പ്രസിഡന്റുമാരെല്ലാം തന്നെ ഒരു വീരപുരുഷ പരിവേഷമുള്ളവരാണ്. ബുഷ് ആയാലും മറ്റുള്ളവരായിരിക്കും. ബൈഡൻ മാത്രം ഉള്ളായിരുന്നു അങ്ങനെ ഒരു വീരപരിവേഷം എടുത്ത് അണിയാതിരുന്നു. ഈ വീരപരിവേഷത്തിനൊക്കെ അവർ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കുക, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും 2 ബോംബിടുക, ഇല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വിഷയം. ഇപ്പൊ അതൊക്കെ മാറി കാലം. ഇപ്പൊ ഇത് ട്രംപ് കയറിയപ്പോൾ താനൊരു സ്ട്രോങ് മനുഷ്യനാണ്, താൻ സൈന്യത്തെ ഉപയോഗിച്ച് തന്നെ ഈ കുടിയേറ്റക്കാരെ പുറത്താക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പൊ അതൊന്ന് ലോകത്തിന് മുമ്പിൽ പ്രൂവ് ചെയ്യിക്കാനും, പ്രത്യേകിച്ച് അയാളുടെ അനുഭാവികളായ കുറെ പേരുണ്ട്, ഈ ട്രംപിന്റെ അനുകൂലികളായിട്ട് അയാളുടെ രാജ്യത്ത് കുറെ പേരുണ്ട്, അവരെ സന്തോഷിപ്പിക്കാൻ ചെയ്യുന്നൊരു പരിപാടിയാണ്. അതല്ലാതെ ഈ നമ്മുടെ 18,000 പേരെയും സൈനിക വിമാനത്തിൽ കൊണ്ടുവരുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. പകരം അവർക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ഇനി വരുന്നത്. ഇത് ആദ്യഘട്ടം. കാരണം ലോകം മുഴുവൻ ആദ്യഘട്ടത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് എങ്ങനെയാണ് കുടിയേറ്റക്കാരെ കൊണ്ടുവന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് ആരും ശ്രദ്ധിക്കത്തില്ല. ഇപ്പൊ നമ്മളുടെ മീഡിയ തന്നെ ഈ ഒരു കുടിയേറ്റക്കാർ വന്നു, അടുത്ത ബാച്ചോട് നമ്മൾ വാർത്ത കൊടുക്കും. പിന്നെ വരുന്ന ബാച്ചുകളുടെ ഒന്നും വാർത്ത പോലും വരില്ല. അപ്പൊ പിന്നെ ഇതിനകത്ത് സൈനിക വിമാനമാണോ റോക്കറ്റിലാണോ കയറ്റി അയച്ചെന്ന് ആരും ശ്രദ്ധിക്കുന്നുമില്ല. ഇതൊക്കെയാണിത്. ബാലിശ്യമായ ആരോപണം ഉന്നയിച്ച് വിലയേറിയ പാർലമെന്റിന്റെ സമയം കളയാമെന്നല്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പാർലമെന്റിന് ഇതിനെക്കുറിച്ചൊരു പ്രസ്താവന നടത്തേണ്ടത് അനിവാര്യമായിരുന്നു. അതെന്തായാലും എസ് ജയശങ്കർ നടത്തി എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. താങ്ക് യു വിജേട്ടാ, താങ്ക് യു സോ മച്ച്.